അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് വീഴ്ചയിൽ മുൻ മന്ത്രി ജി സുധാകരന് പരസ്യശാസന. സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് യോജിക്ക് വിധമല്ല പെരുമാറിയതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി. എച്ച് സലാമിനെ പരാജയപ്പെടുത്താൻ ജി സുധാകരൻ ശ്രമിച്ചില്ലെന്നും നേതാവിന്റേതായ ഇടപെടൽ വിജയത്തിനായി ഉണ്ടായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം. വീഴ്ച പറ്റിയെന്ന കമ്മീഷൻ കണ്ടെത്തൽ നിരാകരിച്ച് ജി സുധാകരൻ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ഒന്നും പറയാനില്ലെന്നും ജി സുധാകരൻ. MG യൂണിവേഴ്സിറ്റിയിലെ ജാതി വിവേചന പരാതിയിൽ സർക്കാർ ഇടപെടൽ. നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നന്ദകുമാർ കളറിക്കലിനെ മാറ്റി. ഗവേഷകരുടെ പരാതികൾ പരിശോധിക്കാൻ 4 അംഗ സമിതി. കണ്ണിൽ പൊടിയിടുന്ന നടപടിയെന്നും VCയെയും മാറ്റണമെന്നും ഗവേഷക വിദ്യാർത്ഥി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ ജാമ്യം ലഭിച്ച സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായി. പ്രതികരണം പിന്നീടെന്ന് സ്വപ്ന. അമ്മയോടൊപ്പം ബാലരാമപുരത്തെ വീട്ടിലെത്തി. സ്വപ്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് 1.25 വർഷത്തിന് ശേഷം. ജാമ്യം റദ്ദാക്കാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി NIA. ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ വിമർശിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളുമടക്കം 22 സർക്കാരുകൾ നികുതി കുറച്ചെന്ന് കേന്ദ്രം. നിലപാടിൽ മാറ്റമില്ലെന്ന് ധനമന്ത്രി. ഇന്ധന നികുതി കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ സമരം കടുപ്പിച്ച് കോൺഗ്രസ്. തിങ്കളാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ ചക്രസ്തംഭന സമരം. വഴിത്തടയിൽ സമരത്തിനെതിരായ VD സതീശന്റെ നിലപാട് വ്യക്തിപരമെന്ന് K സുധാകരൻ. സംസ്ഥാനങ്ങളോട് നികുതി കുറയ്ക്കാൻ പറയാൻ പ്രധാനമന്ത്രിക്ക് ധാർമ്മികതയില്ലെന്ന് KC വേണുഗോപാൽ. ജീവനക്കാരുടെ പണിമുടക്കിൽ KSRTC സർവീസുകൾ ഇന്നും മുടങ്ങി. 2 അംഗീകൃത യൂണിയനുകൾ സമരം അവസാനിപ്പിച്ചിട്ടും ഡിപ്പോകളിൽ നാമമാത്ര സർവീസ് മാത്രം നടന്നു. പുനഃസ്ഥാപിച്ചത് 100ഓളം സർവീസുകൾ. KSRTC തകർന്നാൽ ആദ്യം ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ജീവനക്കാരെന്ന് ഓർമ്മിപ്പിച്ച് ഗതാഗത മന്ത്രി. മുല്ലപ്പെരിയാർ ബേബി ഡാമിന് സമീപത്തെ 15 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് കേരളത്തിന്റെ അനുമതി. ബേബി ഡാം ശക്തിപ്പെടുത്താൻ തടസ്സമായ 3 മരങ്ങൾ ഉൾപ്പെടെയാണ് മുറിക്കുക. കേരളം അംഗീകരിച്ചത് തമിഴ്നാടിന്റെ ഏറെക്കാലത്തെ ആവശ്യം. നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് MK സ്റ്റാലിന്റെ കത്ത്. തിയേറ്റർ റിലീസുകളെ പിന്തുണച്ച് നടൻ ദുൽഖർ സൽമാൻ. വലിയ സിനിമകൾ തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിക്കണം. വെല്ലുവിളികൾ ഏറ്റെടുത്താണ് പുതിയ ചിത്രം കുറുപ്പ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. യുവതാരങ്ങൾ കോർപ്പറേറ്റുകൾക്കൊപ്പം നിൽക്കരുതെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടന. നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷെരീഫ് പിടിയിൽ. ഒത്തുതീർപ്പിൽ നിന്ന് ജോജു ജോർജ് പിന്മാറിയത് CPIM നേതൃത്വം ഇടപെട്ടപ്പോഴെന്ന് K സുധാകരൻ. സിനിമാ ഷൂട്ടിംഗ് റോഡിൽ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ എന്താകും സ്ഥിതിയെന്ന് K ബാബു MLA. ചിറയൻകീഴിലെ ദുരഭിമാന മർദ്ദനത്തിൽ കുറ്റസമ്മതം നടത്തിയ പ്രതി ഡാനിഷ്. മിഥുനെ മർദ്ദിച്ച ബീച്ച് റോഡിൽ എത്തിച്ച് തെളിവെടുത്തു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. മഹാരാഷ്ട്രയിലെ കോവിഡ് ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. ദുരന്തം അഹമ്മദ്നഗർ ജില്ലാ ആശുപത്രിയിൽ. ദാരുണാന്ത്യം ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞവർക്ക് അനുശോചിച്ച് പ്രധാനമന്ത്രി. അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ നൽകിയ മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. തിങ്കളാഴ്ച 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോട്ടയം ഇളങ്കാട് ബ്ലാക്കരയിൽ ഉരുൾപൊട്ടലിൽ താൽക്കാലിക പാലം തകർന്നു. ആളപായമില്ല. മേഖലയിൽ നിന്ന് 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂട്ടിക്കൽ സന്ദർശനം ഒഴിവാക്കി. അമ്മയറിയാതെ കുട്ടിയെ ദത്ത് നൽകിയ സംഭവത്തിൽ വനിതാ കമ്മീഷന് ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് നൽകില്ലെന്ന ആക്ഷേപം പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭിക്കുമെന്നും മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 6546 പേർക്ക് കൂടി കോവിഡ്. 50 മരണം റിപ്പോർട്ട് ചെയ്തു. സുപ്രീം കോടതി വിധി പ്രകാരം അപ്പീൽ നൽകിയ 23 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. രേഖകളില്ലാത്തതിനാൽ സ്ഥിരീകരിക്കാതിരുന്ന 186 മരണവും കോവിഡ് പട്ടികയിൽ. രാജ്യത്ത് 10,929 പേർക്ക് കൂടി കോവിഡ്. 392 മരണം. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ 14.1% കുറവ്. സംസ്ഥാനത്ത് വാക്സിനേഷൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൊല്ലം കുലശേഖരപുരത്ത് 86-കാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട വയോധികയുടെ മരുമകൾ രാധാമണി അറസ്റ്റിൽ. രാധാമണി നളിനാക്ഷിയെ തലക്കടിച്ച് ബോധരഹിതയാക്കിയ ശേഷം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ അടിച്ചു കൊന്നു. മരിച്ചത് നേമം സ്വദേശി ഏലിയാസ്. മകൻ ക്ലീറ്റസ് അറസ്റ്റിൽ. മലപ്പുറം കൊളത്തൂരിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കൊളത്തൂർ സ്വദേശി മൊയ്തീനാണ് ഭാര്യ സുലേഖയെ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് പോലീസ്.
മലപ്പുറം പൊന്നാനി പുളിക്കടവിൽ പുഴയിൽ വീണ സഹോദരിയെ രക്ഷപ്പെടുത്തുന്നതിനിടെ സഹോദരൻ മുങ്ങി മരിച്ചു. കുണ്ടുകടവ് പുറങ്ങ് സ്വദേശി സിനാനാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടത് സഹോദരി ഫാത്തിമദിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ. കാഞ്ഞിരോട് നെഹർ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് ജൂനിയർ വിദ്യാർത്ഥി ആശുപത്രിയിൽ. ചികിത്സയിലുള്ളത് BA ഇക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥി തരിയേരി സ്വദേശി അർഷാദ്. 3ാം വർഷ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്ന പരാതി. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ ആനക്കൊമ്പ് രാജസ്ഥാനിൽ നിന്നുള്ളതെന്ന് കണ്ടെത്തൽ. ആനക്കൊമ്പ് വാങ്ങിയത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ക്യൂരിയോ ഷോപ്പിൽ നിന്ന്. ബില്ല് കണ്ടെടുത്തു. തിമിംഗലത്തിന്റെ അസ്ഥി നൽകിയത് സുഹൃത്തെന്ന് മോൺസൺ മാവുങ്കൽ. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഒരു വിവരവും അറിയുന്നില്ലെന്ന് ചെന്നൈ ITയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഫാത്തിമ ലത്തീഫിന്റെ പിതാവ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുന്നില്ലെന്നും പരാതി. ചെന്നൈ ITയിൽ നിന്ന് 3 മാസം മുൻപ് രാജിവെച്ച അധ്യാപകന്റെ രാജിക്കത്തിൽ ഫാത്തിമയുടെ പേരുണ്ടെന്നും അബ്ദുൽ ലത്തീഫ്. കോഴിക്കോട് നാദാപുരം ചേലക്കാട് ക്വാറിയിൽ റെയ്ഡ്. പരിശോധന നടത്തിയത് റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ. 16 ടിപ്പർ ലോറികൾ പിടികൂടി. ക്വാറി പൂട്ടി സീൽ ചെയ്തു. കർഷകർക്കെതിരെ വീണ്ടും പ്രകോപനവുമായി BJP. ഹരിയാനയിലെ BJP ഉപാധ്യക്ഷനെ തടഞ്ഞ കർഷകർക്കെതിരെ ഭീഷണിയുമായി BJP MP ഡോക്ടർ അരവിന്ദ് ശർമ്മ. മനീഷ് ഗ്രോവറിനെ ആരെങ്കിലും നോക്കിയാൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്ന പരാമർശം. ആരെങ്കിലും കൈവച്ചാൽ ആ കൈകൾ വെട്ടുമെന്നും ഭീഷണി. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസ് അന്വേഷിക്കുന്ന NCB പ്രത്യേക അന്വേഷണ സംഘം മുംബൈയിൽ. സഞ്ജയ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുത്തു. സമീർ വാങ്കഡയിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുമെന്ന് സഞ്ജയ് സിംഗ്. സൗദി അറേബ്യയിൽ ക്വാറി ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയ പരാതിയിൽ ആലിഫ് ബിൽഡേഴ്സിനെതിരെ കേസ്. 5.67 കോടി രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടക്കാവ് പോലീസിന്റെ നടപടി. രാജ്യത്തിന് പ്രമേഹ രോഗ പരിശോധന നടത്തേണ്ടത് 25 വയസ്സ് മുതലെന്ന വിദഗ്ധ സമിതി. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ പ്രമേഹം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കണ്ടെത്തൽ. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ഡയബറ്റിസ് ആൻഡ് മെറ്റബോളിക് സിൻഡ്രോം ജേണൽ. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി പഠനം നടത്തിയത് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് ഉൾപ്പെടെയുള്ള ഡയബറ്റിസ് ഇന്ത്യ വിദഗ്ധ സംഘം. ഡിഫക്ട് ലയബിലിറ്റി പീരീഡിലുള്ള റോഡും പാർശ്വഭിത്തിയും തകർന്നതിന്റെ നിർമ്മാണം മറ്റൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. നടപടി പുനലൂർ പിറക്കലിലെ തകർന്ന റോഡും പാർശ്വഭിത്തിയും പുനർനിർമ്മാണം നടത്താതെ ശബരിമല പാക്കേജിലേക്ക് നിർദ്ദേശിച്ച സംഭവത്തിൽ നിർദ്ദേശം വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റേത്. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ദീപാവലി ആഘോഷിച്ച് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ പൗരന്മാർ. പരിപാടി സംഘടിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ മഹാരാഷ്ട്ര ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ. മെൽബൺ കോൺസുലേറ്റ് ജനറലിന്റെ സഹകരണത്തോടെയായിരുന്നു ആഘോഷം. മഹാശിവരാത്രി, രാമനവമി, ദീപാവലി, രഥയാത്ര, ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഓരോ ആഘോഷത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന പോസ്റ്റർ പ്രദർശനവും നടന്നു. ദേശീയ വാർത്തകൾ. കള്ളപ്പണക്കേസിൽ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് 14 ദിവസത്തെ റിമാൻഡിൽ. 9 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന EDയുടെ ആവശ്യം കോടതി തള്ളി. ബീഹാറിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 38. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരം. പഞ്ചാബ് സർക്കാരിന്റെ പ്രവർത്തനം നവജോത് സിംഗ് സിദ്ധു തടസ്സപ്പെടുത്തുന്നുവെന്ന് രാജിവെച്ച അഡ്വക്കേറ്റ് ജനറൽ APS ഡിയോൾ. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സിദ്ധു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും വിമർശനം. ചണ്ഡീഗഡിൽ പ്രതിഷേധവുമായി ശിരോമണി അകാലിദൾ. പാർട്ടി തലവൻ സുഖ്ബീർ സിംഗിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രകടനം നടത്തി. ഇന്ധനവില വർധനവിൽ കർഷകർക്ക് സഹായം എത്തിക്കണമെന്ന് ആവശ്യം. ഗുജറാത്തിൽ മലിനജല ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 5 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ടാങ്കിനകത്തെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണം. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ പദ്ധതി 6 മാസം കൂടി തുടരണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ. ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഡൽഹി സർക്കാർ. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ത്രിപുരയിൽ 102 ട്വിറ്റർ അക്കൗണ്ടുകൾക്കെതിരെ UAPA ചുമത്തി കേസെടുത്ത് പോലീസ്. പാനിസാഗറിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി. ഹിസാറിൽ BJP MPക്കെതിരെ പ്രതിഷേധിച്ച കർഷകർക്കെതിരെ ഹരിയാന പോലീസ് കേസെടുത്തു. 3 പേർക്കെതിരെയാണ് നടപടി. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് നാർക്കോ ടെസ്റ്റിന് വിധേയനാകണമെന്ന് മന്ത്രി ആനന്ദ് സ്വരൂപ് ശുക്ല. മഹാത്മാഗാന്ധിക്കും മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഒപ്പം ജിന്നയുടെ പേരും പ്രകീർത്തിച്ചു എന്നാരോപിച്ചാണ് വിമർശനം.
മഹാരാഷ്ട്രയിലെ താനയിൽ മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. 21 ലക്ഷം രൂപ വില വരുന്ന മെഫെട്രോൺ പിടികൂടി. പരിശോധന നടത്തിയത് ആന്റി നാർക്കോട്ടിക് സെൽ. ഗാസിയാബാദിൽ പട്ടേൽ നഗറിലെ വീട്ടിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് മരുന്ന് കച്ചവടക്കാരനായ സെയ്ദ്കയും ഭാര്യ മധുവും. വാതിൽപ്പടിക്കൽ വാക്സിനേഷൻ പദ്ധതി ആരംഭിച്ച് തമിഴ്നാട് സർക്കാർ. കേന്ദ്രമന്ത്രി എൽ മുരുകൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ് ആക്ട് 2020 അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ തീരുമാനം. 2022 ജനുവരി 15 മുതൽ നിയമം പ്രാബല്യത്തിൽ. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 25 കോടി പിന്നിട്ടു. മരണസംഖ്യ 50 ലക്ഷം കടന്നു. 22 ലക്ഷത്തിലധികം പേർക്ക് രോഗമുക്തി. അഫ്ഗാനിസ്ഥാനിൽ വനിതാ ആക്ടിവിസ്റ്റ് വെടിയേറ്റ് മരിച്ചു. ഫ്രോസൻ സാഫിയാണ് കൊല്ലപ്പെട്ടത്. നൈജീരിയയിൽ ബഹുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 38ആയി ഉയർന്നു. നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നത് തിങ്കളാഴ്ച. അമേരിക്കയിൽ ആസ്ട്രോ വേൾഡിന്റെ സംഗീത പാർട്ടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ 8 മരണം, നിരവധി പേർക്ക് പരുക്ക്. അമേരിക്കയിൽ അടിസ്ഥാന സൗകര്യ നിക്ഷേപ പാക്കേജ് ബില്ലിന് അനുമതി. പാസായത് $1.2 ട്രില്യൺ പദ്ധതി. ജർമ്മനിയിൽ ട്രെയിനിലുണ്ടായ കത്തിക്കുത്താക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് റെഗൻസ്ബർഗിനും സൊറംബ്രിഗിനുമിടയിൽ. ഇറാനിലെ അസർബൈജാൻ പ്രവിശ്യയിലുണ്ടായ വെടിവയ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു. വെടിവയ്പുണ്ടായത് പട്രോളിംഗിനിടെ. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ ഓയിൽ ടാങ്കറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 92. തീപിടുത്തമുണ്ടായത് ഫ്രീ ടൗണിൽ. താലിബാൻ ഭീകരർക്ക് നയതന്ത്ര പിന്തുണയുമായി പാകിസ്ഥാൻ. ഇസ്ലാമാബാദിലെ അഫ്ഗാൻ എംബസി താലിബാന് ഔദ്യോഗികമായി കൈമാറിക്കൊണ്ടാണ് ഇമ്രാൻഖാൻ ഭരണകൂടം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഇന്തോനേഷ്യയിലെ പോസോയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്പോർട്സ്. മാഞ്ചസ്റ്റർ ഡർബിയിൽ യുണൈറ്റഡിന് തോൽവി. സിറ്റിയുടെ ജയം എതിരില്ലാത്ത 2 ഗോളിന്. KFA നടത്തുന്ന കേരള പ്രീമിയർ ലീഗ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ കൊച്ചി സിറ്റി എഫ്സിക്ക് ജയം. യുണൈറ്റഡ് FC കൊച്ചിയെ കൊച്ചി സിറ്റി പരാജയപ്പെടുത്തിയത് 1-നെതിരെ 3 ഗോളിന്. മുൻ ദ്രോണാചാര്യ ജേതാവ് ക്രിക്കറ്റ് പരിശീലകനുമായ താരക് സിൻഹ അന്തരിച്ചു. ശ്വാസകോശാർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. യുക്രൈൻ പരിശീലക സ്ഥാനമൊഴിഞ്ഞ ഇതിഹാസ താരം ചെഷെങ്കോ സിരിയയിലേക്ക് മടങ്ങിയെത്തും. ഇറ്റാലിയൻ ക്ലബായ ജനോവയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കും. സാവിയെ ബാഴ്സലോണയുടെ പുതിയ പരിശീലകനായി നിയമിച്ചു. 4 വർഷത്തെ കരാറിലാണ് സാവി ഒപ്പുവെച്ചത്. പ്രാദേശിക വാർത്ത. തിരുവനന്തപുരം ജില്ലയിൽ 888 പേർക്ക് കൂടി കോവിഡ്. 1229 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.9%. മഴക്കാലത്ത് തെന്മല റോസ്മലയിലെത്തുന്ന സഞ്ചാരികൾക്ക് സമയ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തം. ആവശ്യം അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലും വന്യമൃഗശല്യവും കണക്കിലെടുത്ത്. ശുദ്ധമായ മത്സ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായി സംസ്ഥാന സർക്കാരിന്റെ മിമി ഫിഷ് പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടന മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കൊല്ലം കൊട്ടാരക്കര പുത്തൂർ ചുങ്കത്തറയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. വെണ്ടാർ സ്വദേശി ബിനുവാണ് മരിച്ചത്. കൊല്ലം പട്ടാഴിയിൽ 100 വയസ്സുകാരിയുടെ മൃതദേഹം പുഴുവരിച്ച നിലയിൽ കണ്ടെത്തി. 6 മക്കളുള്ള വയോധികയുടെ മൃതദേഹമാണ് 5 ദിവസത്തോളം പഴക്കം ചെന്ന നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ. കോന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. കോട്ടയം പാലായിലെ റോയൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൊൻകുന്നം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാസ്കുകളും വിത്തുകളും വളവും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പാലാ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജി പത്മകുമാർ നിർവഹിച്ചു. ഇടുക്കി ആനരകൾ ഡാമിൽ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയായ 1207.02 മീറ്ററിലെത്തി. ഡാമിന്റെ സ്പിൽവേയിലൂടെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. പെരുമ്പാവൂർ ആലുവ നിയോജകമണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാറപ്പുറം വള്ളംകടവ് പാലങ്ങൾ സന്ദർശിച്ച് MLA-മാരായ അൻവർ സാദത്തും എൽദോസ് കുന്നപ്പള്ളിയും. പാലത്തിന്റെ റീടെൻഡർ നടപടികൾ പൂർത്തിയായെന്ന് MLA-മാർ. എറണാകുളം ശ്രീമൂലനഗരം പഞ്ചായത്തിലെ സെന്റ് അഗസ്റ്റിൻ LP സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയം പഞ്ചായത്ത് പ്രസിഡന്റ് KC മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ വികസന മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. തൃശൂർ ജില്ലയിൽ 724 പേർക്ക് കൂടി കോവിഡ്. 119 പേർ രോഗമുക്തി നേടി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.50%. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗ്രീൻ കേരള സമ്മിറ്റ് നാളെ തൃശൂരിൽ. ലക്ഷ്യം കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും കുറിച്ചുള്ള ചർച്ച.
പാലക്കാട് വിളയൂർ UP സ്കൂളിന് മുന്നിൽ സ്വകാര്യ ബസ് തെന്നിമാറിയ അപകടം. പട്ടാമ്പിയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന ക്യൂൻസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന സർക്കാർ പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് പുതുപ്പരിയാരത്ത് മാർച്ച് നടത്തി യുവമോർച്ച. വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് യുവമോർച്ച പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഇന്ന് 343 പേർക്ക് കോവിഡ്, 300 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.35%. മലപ്പുറം പരപ്പനങ്ങാടിയിൽ യുവാവ് മരിച്ച നിലയിൽ. മരിച്ചത് രാമനാട്ടുകര സ്വദേശി നിഖിൽ. മൃതദേഹം കണ്ടെത്തിയത് ആളൊഴിഞ്ഞ പറമ്പിൽ. CPIM തിരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ 754 പേർക്ക് കൂടി കോവിഡ്, 816 പേർക്ക് രോഗമുക്തി. കോഴിക്കോട് വാണിമേലിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നതായി പരാതി. കലാച്ചി വാണിമേൽ റോഡിലും വാണിമേൽ പുഴ, കേളോത്ത് പുഴയോരം എന്നിവിടങ്ങളിലുമാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളിയത്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നടപടി സർവകലാശാലയിൽ 34 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന്. കണ്ണൂർ ജില്ലാ ഭക്ഷ്യോപദേശക വിജിലൻസ് സമിതി യോഗം നടന്നു. ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. AKTA കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P നാരായണൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SLCക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ ഒറ്റ നമ്പർ ചൂതാട്ടം നടത്തുന്നതിനിടെ 23,000 രൂപയുമായി ലോട്ടറി ഏജന്റ് അറസ്റ്റിൽ. പിടിയിലായത് മട്ടന്നൂർ സ്വദേശി C മോഹനൻ. കണ്ണൂർ ധർമ്മടത്ത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം. ധർമ്മടം റെയിൽവേ ഹാൾട്ട് സ്റ്റേഷനിൽ KSU ബ്രണ്ണൻ കോളേജ് കമ്മിറ്റി പ്ലക്കാർഡുമായി സമരം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലേക്കുള്ള യാത്രാ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. തകർന്നു കിടന്ന കാപ്പിമല, മഞ്ഞപ്പുല്ല്, പൈതൽമല റോഡ് നാട്ടുകാർ നന്നാക്കി. കണ്ണൂർ എരഞ്ഞോളിയിൽ പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പാലത്തിന് സമീപം അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. കണ്ണൂർ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച ആംബുലൻസ് ചലഞ്ച് വിജയം. ആംബുലൻസിനായി ആകെ ചെലവായത് 14,06,812 രൂപ. കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ ഓഹരി വിൽപ്പനയ്ക്കെതിരെയും വൈദ്യുത മേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരെയും കാസർഗോഡും കാഞ്ഞങ്ങാട്ടും ധർണ നടത്തി KSEB വർക്കേഴ്സ് അസോസിയേഷൻ. കാഞ്ഞങ്ങാട് CHU സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ, CHU കാസർഗോഡ് ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു എന്നിവർ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 99 പേർക്ക് കൂടി കോവിഡ്, 110 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് ജില്ലയിൽ മോട്ടോർ തൊഴിലാളി സംയുക്ത യൂണിയൻ BMS നേതൃത്വത്തിൽ ധർണ നടത്തി. സമരം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചു. കാസർഗോഡ് പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ജീവനം ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചത് കാസർഗോഡ് വികസന പാക്കേജ് മുൻ ഉദുമ MLA K കുഞ്ഞിരാമന്റെ പ്രാദേശിക വികസന ഫണ്ട്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് എന്നിവ ഉപയോഗിച്ച്. എന്റർടൈൻമെന്റ് ന്യൂസ്. ഞാൻ നായകനാകുന്ന പുതിയ തെലുങ്ക് ചിത്രം ശ്യാം സിംഗ് ഗാറോയിലെ ആദ്യ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറങ്ങി. ഷെയ്ൻ നിഗം നായകനാകുന്ന പുതിയ ചിത്രം ബർമുഡയിലെ സർപ്രൈസ് വീഡിയോ പുറത്തുവിട്ട് ഗായിക KS ചിത്ര. ചിത്രത്തിൽ മോഹൻലാൽ പാടിയിരിക്കുന്ന ഗാനത്തെക്കുറിച്ച് അനുഭവം പങ്കുവയ്ക്കുന്നതാണ് വീഡിയോ. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഉടുമ്പിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും നായക വേഷത്തിലെത്തുന്ന ചിത്രം മരതകത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. നവാഗതനായ അൻസാജ് ഗോപിയാണ് സംവിധാനം. 2020 ലോകകപ്പിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒത്തുകളിച്ചെന്ന് വ്യാജ പ്രചാരണം. ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഉപദേശപ്രകാരമാണ് അഫ്ഗാനിസ്ഥാൻ ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കാണിച്ച് ടോസ് സെഷനിലുള്ള വീഡിയോ ആണ് പ്രചരിക്കുന്നത്. ടോസ് നേടിക്കഴിഞ്ഞുള്ള സ്വാഭാവിക ചട്ടമാണ് ക്യാപ്റ്റൻ തീരുമാനം പ്രഖ്യാപിക്കുന്നതും ഹസ്തദാനം നൽകുന്നതും. ഇതാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ജീവനക്കാരുടെ 2 ദിവസത്തെ പണിമുടക്കിൽ KSRTCക്ക് നഷ്ടം 9.4 കോടി രൂപ. ജീവനക്കാർ പണിമുടക്കിയെങ്കിലും ശമ്പള പരിഷ്കരണ ചർച്ച തുടരുമെന്ന് മാനേജ്മെന്റ്. തമിഴ്നാട്ടിൽ പുതുതായി 862 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 10 മരണം. കൊൽക്കത്തയിൽ 208 കിലോയിലധികം നിരോധിത സ്ഫോടക വസ്തുക്കൾ പിടികൂടി. കണ്ടെടുത്തത് ദീപാവലിയിൽ പൊട്ടിക്കാൻ സൂക്ഷിച്ച ശേഖരം. പശ്ചിമബംഗാളിൽ നിരോധിത സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായത് 210 പേർ. ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ പടക്ക നിർമ്മാണ യൂണിറ്റിലുണ്ടായ സ്ഫോടനത്തിൽ 1 മരണം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. സംഭവം ഉമർപൂർ ഗ്രാമത്തിലെ പടക്ക നിർമ്മാണ യൂണിറ്റിൽ.
മുല്ലപ്പെരിയാറിന് സമീപം ബേബി ഡാമിന് സമീപത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനമന്ത്രി. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നിവരോടാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയത്.